ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭക്ഷണം ആക്കുന്നതല്ല കേട്ടോ, ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുമോ. ഇന്നെന്തോ അങ്ങനെ തോന്നി ഇന്ന് ഇങ്ങനത്തെ വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോയിലെല്ലാം ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പലരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ പുളിങ്കറിയാണ്. വെള്ളരിക്കയും കൈപ്പക്കയും തക്കാളിയും കൂടി ഇട്ടിട്ട്, കൈപ്പക്ക പറയുന്ന പാവക്കക്ക് ഒരു പുളിങ്കറി ഉണ്ടാക്കി. അപ്പോൾ ഇതാ പിന്നെ നമ്മളെ കപ്പക്ക കർമൂസില്ലേ, നമ്മളെ പപ്പായ, അത് ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ അയില പൊരിച്ചതുണ്ട് കേട്ടോ. ഇതാണ് ഇന്ന് ഉച്ചക്കേക്കുള്ള കറികൾ. അപ്പോൾ എല്ലാം കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. മീനൊന്ന് ലാസ്റ്റ് ഒന്ന് പൊരിച്ചത് അവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വേണ്ടു. ഇത് ഒരു ചെറിയ വെള്ളരിക്ക, നല്ല പഴുത്ത വെള്ളരിക്ക, കൈപ്പക്ക, ഒരു ചെറിയ കഷ്ണം കൈപ്പക്ക ഉണ്ടാവും. ഒരു ഒന്നോ രണ്ടോ തക്കാളി കൂടി ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് കുക്കറിൽ അടിച്ചതിന് ശേഷം പുളിയും പിഴിഞ്ഞൊഴിച്ച് തേങ്ങയും ജീരകമെല്ലാം അരച്ച് ചേർത്തിട്ട് അങ്ങനെ കടുക്, ഉലുവയും കറിവേപ്പിലെല്ലാം വറുത്തിട്ടതാണ് ആ പുളിങ്കറിയെ. പിന്നെ നമ്മളെ പറമ്പിൽ തന്നെയില്ലേ പപ്പായ ഇല്ലേ, അത് എന്താണ് വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്നമുളക്, കറിവേപ്പില എല്ലാം കൂടി വറവാക്കിയിട്ട്, കടുകുണ്ട് എല്ലാം കൂടി വറവാക്കിയിട്ട് അതിലേക്ക് ഇട്ട് തേങ്ങ ഇട്ടതാണ്. വെള്ളം ഒഴിക്കാണ്ട് ആവിയിൽ വെന്തെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. പിന്നെ നമ്മൾ അയില പൊരിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് 2-3 കുഞ്ഞു മത്തിയും കൂടി ഉണ്ട്, അത് ഞാൻ കളഞ്ഞിട്ട് എടുത്തിന് കേട്ടോ. നല്ല മത്തിയാണ്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഈ ഉള്ളി മുറിച്ചിടുമ്പോൾ ഇല്ലേ, അതൊരു ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് ഈ മീൻ പൊരിച്ചതിൽ ഇങ്ങനെ ഉള്ളി വട്ടത്തിൽ മുറിച്ചിട്ടിട്ട് അത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉള്ളി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിന്. അപ്പം ചോറും വാർത്തു കേട്ടോ. അരിയെല്ലാം രാവിലെ ഇട്ടിന്, മക്കൾ പോകുമ്പോഴത്തേക്ക് തന്നെ അരി ഇട്ടിന്, എല്ലാം വെന്തിട്ട് വാർത്തു. ഇനി അത് നമുക്ക് ചോറിനായി ഉച്ചയായേ. അപ്പോൾ 12:45 അപ്പോൾ അതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്കാക്കിയിട്ട് റെഡിയാക്കി വെക്കണം. അച്ഛൻ കുളിക്കുന്നുണ്ട്, അച്ഛൻ കുളിച്ച് വരുമ്പോഴത്തേക്കും ചോറ് അപ്പോഴത്തേക്കും 1 മണിയാവും കേട്ടോ. അതെല്ലാം എടുത്ത് സെറ്റാക്കി വരുമ്പോഴത്തേക്കും. പിന്നെ ഇതാ അച്ഛൻ ഗുളികയെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഒരു 1-1.25 തന്നെ അങ്ങനെ ഭക്ഷണം കൊടുക്കലുണ്ട്. പിന്നെ നമ്മളെ വെള്ളരിക്ക പുളിങ്കറിയാണ്. മോരൊഴിച്ചാലാണ് പുളിശ്ശേരി എന്ന് പറയുക, ഇത് പുളിങ്കറി. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്കാക്കി എല്ലാം കഷ്ണം മുറിച്ച് അതെല്ലാം പുറത്തോട്ട് കളഞ്ഞ്, കപ്പക്കയെല്ലാം മുറിച്ച് കഴിയുമ്പോൾ ഒരുപാട് അടുക്കളയിൽ ഉണ്ടാവില്ലേ വേസ്റ്റ്, അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുക്കള പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും കൂടി ഇങ്ങനെ ഇട്ട് വെച്ചാൽ ആ പാത്രം കൂടി കഴുകാമല്ലോ. ഇത് നമ്മളെ പപ്പായ ഉപ്പേരി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.